2025 ഏപ്രിൽ മാസത്തിൽ മാധ്യമപ്രവർത്തകനായ സന്ദീപ് ദീക്ഷിതുമായി ഒരു പോഡ്കാസ്റ്റ്, ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുകയാണ്. ആ പോഡ്കാസ്റ്റിൻ്റെ പേര് ട്രൂത്ത് ആൻഡ് കറേജ് വാട്ട് ഐ ഇൻഹെറിറ്റഡ് ഫ്രം നെഹ്റു. നെഹ്റുവിൽ നിന്ന് എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സത്യം, ധീരത, സത്യസന്ധത, ധീരത, ഇതാണ് വിഷയം. അപ്പോൾ ആരാണ് ഈ പോഡ്കാസ്റ്റിൽ ഇരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധിയാണ് ആ നായകൻ. രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെൻറ്റിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇഡിയറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാർ അല്ലേ, ഇഡിയറ്റ് എന്ന് വിളിച്ചു. പാർലമെൻറ്റിൽ അങ്ങനൊരു പദം ഉപയോഗിക്കുന്നത് മര്യാദകേടാണെന്ന്, മര്യാദ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ന് വരെ മനസ്സിലായിട്ടില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ. സ്വാഭാവികം, നമുക്ക് ക്ഷമിക്കാം. അറിവില്ലായ്മ ഒരു ക്രൈമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ഞാൻ വീണ്ടും ആ സന്ദീപ് ദീക്ഷിതിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് പോവാം. പോഡ്കാസ്റ്റിൽ രാഹുൽ ഗാന്ധി പറയുകയാണ്, എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ പണ്ട് അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിന്നു. ട്രെയിനിൽ ഏതെങ്കിലും സായിപ്പന്മാർ വരികയാണെങ്കിൽ അവരെ ട്രെയിനിൽ നിന്നും വലിച്ച് താഴ്ത്തിടണം. You know, when Gandhiji was thrown out of the train in England, so my great-grandfather and his cousins decided that they would go to the railway station, Allahabad railway station, and throw some Britishers out of first class. Yeah. എന്താ കാര്യമെന്നറിയാമോ? മഹാത്മാഗാന്ധി ലണ്ടനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സായിപ്പ് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് അടിച്ചിറക്കി. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ സംഭവം നടന്നത് 1893 ജൂൺ 27 ജൂൺ 27 ഈ പറയുന്ന തരത്തിൽ ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് അടിച്ചിറക്കിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. പൈറ്റർ മാരിസ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ലണ്ടനിൽ വെച്ച് ബ്രിട്ടീഷുകാരൻ അടിച്ചിറക്കി ഗാന്ധിയെ, എന്നിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ അലഹബാദ് സ്റ്റേഷനിൽ സായിപ്പിനെ തല്ലാൻ, സായിപ്പ് ട്രെയിനിൽ വന്നാൽ വലിച്ചിറക്കാൻ കാത്തിരുന്നു. ഇത് പറഞ്ഞ ആളെ, എന്നിട്ട് അദ്ദേഹം സംസാരിച്ച വിഷയം നോക്കണം. എനിക്ക് നെഹ്റുവിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ സത്യസന്ധതയും ധീരതയും എന്ന വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത്. He writes that, one of the things that's made me happiest in my life is that I've always had the courage to tell the truth. Yes. രാഹുൽ ഗാന്ധി എന്ത് വിളിക്കണം? മണ്ടൻ എന്ന് വിളിക്കണോ? ഇഡിയറ്റ് എന്ന് വിളിക്കണോ? നിങ്ങൾ പറയുക. തീർന്നില്ല. 2024 ഹരിയാന ഇലക്ഷൻ. ഹരിയാനയിലെ സോനിപത്തിലെ ഗോഹാന എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രശസ്തമായ ഒരു ഹൽവ സ്റ്റോറുണ്ട്. ഹൽവ സ്വീറ്റ്സ് വിൽക്കുന്ന കട, മാതുറാം ഹൽവ. അവരുടെ അതിപ്രശസ്തമായ ഒരു സാധനമാണ് അവിടെ ഉണ്ടാക്കുന്ന ജിലേബി. ഈ ജിലേബി അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്ന രാഹുൽ ഗാന്ധി വാങ്ങി കഴിക്കുന്നു. നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ വരുമ്പോൾ പഴംപൊരി, ഉണ്ടംപൊരി തിന്നതല്ലേ, പിങ്കിയും പിങ്കനും പപ്പും കൂടെ ചേർന്നിട്ട്. എന്തു പറയുന്നത് പോലെ അവിടെ വന്നപ്പോൾ മാതുറാം ഹൽവയിൽ നിന്ന് ജിലേബി മേടിച്ച് കഴിച്ചു. ഹൗ, എന്തൊരു മധുരം, എന്ത് രുചി! ഇതൊരു പാക്കറ്റ് എനിക്ക് പ്രിയങ്കയ്ക്ക് കൂടെ കൊണ്ടുപോകണം. ഈ ജിലേബി എന്താണ് നമുക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കഴിയാത്തത്? എന്താണ്? നമുക്ക് ജിലേബി ഫാക്ടറികൾ ഉണ്ടാക്കണം. ഇതുപോലത്തെ ജിലേബി ഫാക്ടറികൾ ശ്രദ്ധിക്കണം. ജിലേബി ഫാക്ടറി, പരിപ്പുവട ഫാക്ടറി, ഉഴുന്നുവട ഫാക്ടറി, ഉണ്ടംപൊരി ഫാക്ടറി എന്നൊക്കെ പറയുന്നത് പോലെ ജിലേബി ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അമേരിക്ക, ബ്രിട്ടൻ, ഇറ്റലി അയക്കണമല്ലോ. അവിടത്തൊക്കെ കയറ്റി അയച്ചാൽ 10,000 ആളുകൾക്ക് ജോലി ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഈ മാതുറാം ഹൽവ ജിലേബി സ്റ്റോപ്പിലെ കടക്കാരൻ പറയുന്നുണ്ട്, സാബ് അങ്ങനൊന്നും പറ്റത്തില്ല, ഇതൊരു ദൂക്കാൻ ഇനമാണ്, കടയിൽ ചെറിയ കടയിൽ വിൽക്കുന്ന ഇനമാണ് ജിലേബി, ഇത് ഫാക്ടറിയിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചില്ലേ നിങ്ങളത്? ജിലേബി ഫാക്ടറി ഉണ്ടാക്കണം. മോദി അത് സമ്മതിക്കുന്നു. മോദിക്ക് വലിയ വ്യവസായങ്ങൾ, റോക്കറ്റ്, ട്രെയിന് ഇതൊക്കെ ഉണ്ടാക്കണം. ജിലേബി ഫാക്ടറികൾ തുടങ്ങിയത് എന്താണ് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയെ എന്തു പേര് വിളിക്കണം? തീർന്നില്ല. 2025 ഒക്ടോബർ മാസം, സ്ഥലം കൊളംബിയയിലെ EIA യൂണിവേഴ്സിറ്റി. രാഹുൽ ഗാന്ധി പറയുകയാണ്, നമ്മൾ കാറിൽ പോകുന്നില്ലേ, ഒരു കാർ ഉണ്ടാക്കാൻ 3000 കിലോ ലോഹം വേണം. ഒരു ബൈക്കിന് 100 അല്ലെങ്കിൽ 150 കിലോഗ്രാം ഭാരമേ ഉള്ളൂ. കാറിന് 3000 കിലോഗ്രാം ഭാരമുണ്ട്. എന്താണ് വ്യത്യാസം? നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് ഒരു ആക്സിഡൻറ്റിൽ പെട്ടാൽ ബൈക്കിൻ്റെ എഞ്ചിൻ അങ്ങ് വേർപെട്ട് പോകും. അങ്ങനെ എഞ്ചിൻ വേർപെട്ട് പോകുന്നതുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരപകടം സംഭവിച്ചാൽ മരണമൊന്നും സംഭവിക്കത്തില്ല.
അതേസമയം കാറിൽ പോകുമ്പോൾ അങ്ങനെയല്ല. കാറിൽ പോകുമ്പോൾ ഒരപകടമുണ്ടായാൽ കാറിൻ്റെ എൻജിൻ നേരെ അകത്തോട്ട് തള്ളി വന്ന് ആ എൻജിൻ വന്ന് അകത്തിരിക്കുന്ന ആളുകളെ ചതച്ചരച്ച് എല്ലാവരെയും കൊല്ലും. ഒരു കാര്യം. രണ്ടാമത് പറയുകയാണ്, 150 കിലോഗ്രാം മാത്രം ഭാരമുള്ള ബൈക്കിൽ 2 പേർക്ക് കയറാൻ പറ്റും. 3000 കിലോഗ്രാം ഭാരമുള്ള കാറിൽ എന്തുകൊണ്ടാണ് 4 പേർക്ക് മാത്രം കയറാൻ പറ്റുന്നത്? എന്തൊരു വലിയ ചോദ്യമായിരുന്നു. വിദേശത്ത് കൊളംബിയയിലെ EIA സർവകലാശാലയിൽ വിദ്യാർത്ഥികളോട് സംവദിച്ചതാണ് മഹാൻ. പറയൂ, ഇയാളെ എന്തു വിളിക്കണം? ഇനി 2017 തെരഞ്ഞെടുപ്പിൽ 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ലോകത്തുള്ള ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട്, മോദിയുടെ ഭരണകാലം കൊണ്ട് എത്രമാത്രം പിന്നാക്കം പോയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊരു മെഷീനുണ്ട്, ആലു, ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് ഒരു സ്ഥലത്തിട്ടാൽ, ഉരുളക്കിഴങ്ങിനകത്ത് സ്വർണ്ണത്തിൻ്റെ അംശമുണ്ട് കേട്ടോ, ആ ഉരുളക്കിഴങ്ങ് ഒരു തുളയിലിട്ടാൽ അപ്പുറത്തെ തുളയിൽ കൂടെ സ്വർണം കിട്ടും. അങ്ങനത്തെ മെഷീൻ വരെയുണ്ട്. ഇന്ത്യയിൽ മോദി ഇതൊന്നും കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. കണ്ടിട്ടുണ്ടോ ആ മെഷീൻ? കേട്ടിട്ടുണ്ടോ ആ മെഷീനെ കുറിച്ച്? ഈ രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ എന്ത് വിളിക്കണം? ഇദ്ദേഹത്തെ എന്ത് വിളിക്കും? പഞ്ചാബിൽ പോയിട്ട് പ്രസംഗിച്ചു. പഞ്ചാബിലെ 10 യുവാക്കളിൽ 7 പേരും ഡ്രഗ് അഡിക്ട്സ് ആണ്. വലിയ കോലാഹലമായി. ഒരു തരത്തിലും ഒക്കാത്ത കണക്കാണ്. ചുമ്മാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. ഇങ്ങനെ എന്തെല്ലാം. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഒരു അവകാശവാദം ഉണ്ടല്ലോ, ഞാൻ ആരാണ്? ഞാൻ പൂണൂൽധാരിയായ ബ്രാഹ്മണനാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, നിങ്ങൾക്കും ആലോചിക്കാം. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ക്രിസ്ത്യാനിയാണ്. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ് സോണിയാഗാന്ധി. കറക്റ്റ് അല്ലേ? ഈ രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി. അപ്പോൾ എങ്ങനെയാണ് ഈ താഴെ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന രാഹുൽ ഗാന്ധി പൂണൂൽധാരിയായ ബ്രാഹ്മണനാവുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പറയൂ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? അപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയെ ഇഡിയറ്റ് ഒന്നും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു ഇഡിയറ്റ്സ്. ഇവിടെ ഇരിക്കുകയാണ്. ആ ഇഡിയറ്റ്സിന് കുറേ അന്ധഭക്തരുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഊളത്തരം പറഞ്ഞതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ താലിമാല വരെ പൊട്ടിച്ചെടുക്കും, എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞതായി വാർത്തകളുണ്ട്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിൽ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്താൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വീതം കൊടുക്കാൻ മാത്രമുള്ള തുകയുണ്ട് അതെന്ന് പറഞ്ഞു. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യും? ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം കിട്ടുമെന്ന തരത്തിൽ കള്ളം പറഞ്ഞു. ഹിന്ദി അറിയാവുന്നവർക്ക് ഇപ്പോഴും കേൾക്കാൻ ആ പ്രസംഗം ഇപ്പോഴും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കാര്യങ്ങളാണ്. ഓടിച്ചെന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു, കണ്ടിറക്കി കാണിക്കുന്നു, പോക്കറ്റ് കീറിയ ഉടുപ്പിട്ടുകൊണ്ട് വരുന്നു, എന്തോ ഗുസ്തിക്കാരൻ വരുന്നത് പോലെ വരുന്നു, ഒരു 6 പാക്ക് ശരീരം കാണിക്കാൻ പാകത്തിനുള്ള ടീഷർട്ട് ഇട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഏറ്റവും അപക്വമായി പെരുമാറുന്നു. പുറത്ത് ഇറങ്ങി നിന്ന് വഴിയെ പോകുന്നവരെ അസഭ്യം പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ചതിയൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രിയെക്കുറിച്ച്, പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയെക്കുറിച്ച്, ഇതൊക്കെ കണ്ടതാണ്. ഒരു തരത്തിലുള്ള എത്തിക്സും ധാർമ്മികതയും ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി എക്കാലത്തും കാണിച്ചിട്ടുള്ളത്. ആ അധാർമികമായ പ്രവൃത്തിയുടെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത്. സഭാരേഖകളിൽ അത് നീക്കം ചെയ്തു. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചരിത്രമുണ്ട്, അനുഭവങ്ങളുണ്ട്, വാർത്തയുണ്ട്, സംഭവങ്ങളുണ്ട്. ആരാണ് ഇഡിയറ്റ് എന്നുള്ള പേരിന് അനുയോജ്യമാകുന്ന തരത്തിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവായതിനു ശേഷം 95 തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് പാർട്ടി തോറ്റുപോയി. ഇത്രയേറെ തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടും ഭാവിയിൽ എന്തെങ്കിലും ജയിക്കും എന്ന് കരുതി അദ്ദേഹത്തെ തലയിൽ ചുമന്നു നടക്കുന്ന ആളുകളെ അന്തം സന്നില്ലാതെ എന്ത് വിളിക്കുക? ആരാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ ഇഡിയറ്റും അന്ധഭക്തരുമെന്ന് ആലോചിച്ച് നോക്കണം. ഒരു സംശയവുമില്ല, ഉത്തരം നിങ്ങൾക്കറിയാം, ഞാനായിട്ട് പറയുന്നില്ല. ആരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോമാളി, ഏറ്റവും വലിയ ഇഡിയറ്റ്?
ഏറ്റവും വലിയ രാജ്യവിരുദ്ധൻ, ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആ ഇന്ത്യ വിരുദ്ധൻ്റെ പേര് ഒരു കോമാളിയുടെ പേരാണ് എന്ന് പറയേണ്ടി വരുന്നത് വല്ലാത്ത നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് അന്ധഭക്തരുമുണ്ട് എന്ന് പറയാതെ തരമില്ല. ഈ പറഞ്ഞതൊന്നും കെട്ടിച്ചമച്ച കഥയല്ല. ഈ പറഞ്ഞ എല്ലാ ഇൻസിഡൻസിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കാം. ഏതായാലും പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ പാർലമെൻറ്റിൽ സംസാരിക്കാമോ എന്ന് രാഹുൽ ഗാന്ധിയോട് ആര് പറഞ്ഞു കൊടുക്കും? ആരും പറഞ്ഞു കൊടുക്കില്ല. കാരണം ചുറ്റുമുള്ളവരെല്ലാം അന്ധഭക്തരാണ്, കെ സി വേണുഗോപാൽ ഉൾപ്പെടെ.